മന്ത്രിസഭാ രൂപീകരണത്തിൽ നിലപാട് കടുപ്പിച്ച് ബി.ജെ.പി. നിർണായക വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകില്ല. ആഭ്യന്തരവും ധനവും പ്രതിരോധവും അടക്കം ബി.ജെ.പി. തന്നെ കൈകാര്യം ചെയ്യുമെന്ന് സൂചനകൾ. ഇതിനിടെ മന്ത്രിസ്ഥാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജെ.ഡി.യുവും വ്യക്തമാക്കി. മോദിയുടെ സത്യപ്രതിജ്ഞ വരെ നിതീഷ് കുമാർ ദില്ലിയിൽ തുടരും. ബി.ജെ.പി. നേതാക്കളുടെ യോഗം ഉടൻ ദില്ലിയിൽ ചേരുവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, നിലവിൽ ഏറെക്കുറെ കാര്യങ്ങൾക്ക് വ്യക്തത വന്നിരിക്കുന്നു. നിർണായക വകുപ്പുകൾ ബി.ജെ.പി. തന്നെ കൈവശം വെക്കും. അത് ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധമടക്കം റെയിൽവേ അടക്കമുള്ള വകുപ്പുകൾ ബി.ജെ.പി. തന്നെ കൈകാര്യം ചെയ്യുന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ നിലപാട് വളരെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ റെയിൽവേ അടക്കം അതായത് രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചോദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നൽകാൻ കഴിയുന്നത് ജെ.ഡി. ആവശ്യപ്പെട്ട 3 സീറ്റുകൾ, ഒപ്പം തന്നെ ടി.ഡി.പിയുടെ അവകാശവാദങ്ങളെല്ലാം തന്നെ നിഷ്ഫലമാവുകയാണോ? പ്രധാന വകുപ്പുകൾ ബി.ജെ.പി. തന്നെ കൈകാര്യം അക്കാര്യങ്ങളിൽ ധാരണയായി കഴിഞ്ഞോ? സിജു, ഇതിൽ നിഷ്ഫലമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഇത്തരത്തിൽ ഈ പിടിവാശിയും അതോടൊപ്പം തന്നെ വിലപേശലും തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നിനെയും വിട്ടു നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി. എത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഭ്യന്തരവും ധനവും റെയിൽവേയും പ്രതിരോധവും വിദേശകാര്യവും നിയമവും ഐ.ടിയും അടക്കമല്ല നിലയും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം നിലയും ബി.ജെ.പി. തന്നെ കൈകാര്യം ചെയ്യുക. വേണമെങ്കിൽ സഹമന്ത്രിമാർ വേണമെങ്കിൽ സഖ്യകക്ഷികൾക്ക് നൽകാം എന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ബി.ജെ.പിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം തന്നെയും ഒരു അന്തിമമായ തീരുമാനം ബി.ജെ.പിക്ക് ഒരു കാരണവശാലും എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു കടുത്ത വിലപേശൽ നീങ്ങുന്ന സാഹചര്യത്തിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ബി.ജെ.പിക്ക് പോകാൻ കഴിയില്ല. എങ്കിൽ പോലും ഇപ്പോൾ നിലവിലെ ഒരു ബി.ജെ.പി. എത്തിയിരിക്കുന്ന ഒരു തീരുമാനം ഈ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി.ജെ.പിക്ക് തന്നെ കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ്. പക്ഷേ അതേസമയം തന്നെ നിതീഷ് കുമാറിൻ്റെ ജെ.ഡി.യുവും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയും അതിനെ വളരെ വലിയ രീതിയിൽ കടുത്ത പിടിവാശിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നിതീഷ് കുമാർ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് വേണമെങ്കിൽ സ്പീക്കർ പദവി വേണ്ട എന്ന കാര്യത്തിലെല്ലാം തന്നെയും ഒരു വിട്ടുവീഴ്ചയാകാം. പക്ഷേ ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനാവില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ജെ.ഡി.യു ആവശ്യപ്പെടുന്നത് 3 ക്യാബിനറ്റ് മന്ത്രിമാർ, ഒപ്പം 1-2 സഹമന്ത്രി സ്ഥാനവും. ടി.ഡി.പി. ആവശ്യപ്പെടുന്നതും 5 കേന്ദ്രമന്ത്രി സ്ഥാനമാണോ? എങ്ങനെയാണ് അത് സംബന്ധിച്ച് അവരുടെ അവകാശവാദങ്ങൾ? ഒപ്പം തന്നെ എൽ.ജെ.പിയുടെയും ഏതായാലും ബി.ജെ.പി. പിടിവാശി തുടരുന്നുണ്ട്. പ്രധാന വകുപ്പുകൾ ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം, റെയിൽവേ അടക്കമുള്ള വകുപ്പുകൾ ബി.ജെ.പി. തന്നെ കൈകാര്യം ചെയ്യും. ഘടകകക്ഷികൾക്ക് വിട്ടു നൽകില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായെന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിസ്ഥാനങ്ങളുടെ കാര്യത്തിൽ 3 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടതിൽ നിന്ന് പിന്നോക്കം പോകില്ലെന്നാണ് ജെ.ഡി.യുവിൻ്റെ നിലപാട്. നിതീഷ് കുമാർ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു എൻ.ഡി.എ യോഗത്തിൽ എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ സ്പീക്കർ സ്ഥാനത്ത് സംബന്ധിച്ച പിടിവാശി ഉപേക്ഷിച്ചതായിട്ടുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അന്തിമ തീരുമാനം ഇനിയും ആകേണ്ടതുണ്ട്. പക്ഷേ പ്രധാന വകുപ്പുകൾ ബി.ജെ.പി. തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിബി ചേരുകയാണ്. സിബി, നിലവിൽ 3 മന്ത്രിസ്ഥാനങ്ങൾ ജെ.ഡി.യു, 5 മന്ത്രിസ്ഥാനങ്ങൾ ടി.ഡി.പി, ഒപ്പം തന്നെ എൽ.ജെ.പി. ആവശ്യപ്പെടുന്ന 2 മന്ത്രിസ്ഥാനങ്ങൾ. ഇക്കാര്യങ്ങളിൽ അതാത് പാർട്ടികളിൽ ധാരണയായിട്ടുണ്ടല്ലോ. തീർച്ചയായും എന്തായാലും ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ജെ.ഡി.യുവും ടി.ഡി.പിയും എല്ലാം തന്നെയും ആവശ്യപ്പെടുന്ന ഈ ഒരു വിലപേശലിൽ ഞെട്ടിയിരിക്കുകയാണ് ബി.ജെ.പി. എന്ന് പറയേണ്ടി വരും. കാരണം 3 ക്യാബിനറ്റ് മന്ത്രിമാരും 2 സഹമന്ത്രിമാരടക്കമെല്ലാം തന്നെയും ജെ.ഡി.യു ആവശ്യപ്പെടുന്നു. സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുന്നു. ബീഹാറിന് പ്രത്യേകമായ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെടുന്നു. ആന്ധ്രയിലേക്ക് പോയാൽ ആന്ധ്രയിൽ ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്നൊരു ആവശ്യം, പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യം ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നു. അതുകൂടാതെ 3 ക്യാബിനറ്റ് മന്ത്രിമാർ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെയെല്ലാം തന്നെയും നിരവധി ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. നമുക്കറിയാം, ആന്ധ്രയ്ക്ക് പ്രത്യേക ക്യാബിനറ്റ് പദവി വേണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ എൻ.ഡി.എയുമായിട്ടുള്ളൊരു സഖ്യകക്ഷി ബന്ധം പോലും ടി.ഡി.പി. അന്ന് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം തന്നെയും നിലവിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് താനും. അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ എൽ.ജെ.പി. ആയാലും ജനസേന പാർട്ടി പവൻ കല്യാൺ ആണെങ്കിലും എല്ലാം തന്നെയും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ദില്ലിയിലേക്ക് എത്തിയത്. ഇതെല്ലാം തന്നെയും ഇന്നലെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതെല്ലാം തന്നെയും അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പിക്ക് വളരെ വലിയ ആശങ്കയും
അമ്പരിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു സഖ്യകക്ഷികളെ കൂട്ടാതെ ഒരു മന്ത്രിസഭാ രൂപീകരണം സാധ്യമല്ല എന്നുള്ളതും നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾക്ക് BJP തയ്യാറായേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും ഇപ്പോൾ രാജ്നാഥ് സിംഗും അമിത്ഷായും എല്ലാം തന്നെയും ഇപ്പോൾ യോഗം ചേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ എല്ലാം തന്നെയും ഒരു വ്യക്തത ഉണ്ടാകും. നാളെ വെള്ളിയാഴ്ച നാളെയായിരിക്കും NDA മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് എല്ലാം തന്നെയും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതി കാണുമെന്ന് ഇപ്പോൾ BJP അവസാനമായി പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ കാണുമെന്നും ഇന്നലെ അത് അവകാശവാദം ഉന്നയിക്കുമെന്നും ആയിരുന്നു ഇന്നലെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചെങ്കിലും ഇന്നലെ തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം വൈകാനുള്ള കാരണവും. എന്തായാലും ഈ ശനിയാഴ്ച ഒരു ഇതിനകത്ത് നമുക്കറിയാം, നേരത്തെ ഒരു സഖ്യകക്ഷി സർക്കാരുകളിൽ കൂട്ടുകക്ഷി മന്ത്രിസഭകളിൽ എങ്ങനെയൊക്കെ സമ്മർദ്ദം ചെലുത്തണമെന്ന് അറിയാവുന്ന രണ്ടുപേരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. അത്രയും കളികളൊന്നും മോദിക്ക് അറിയില്ല, മോദിക്ക് അത് പരിചയവുമില്ല. പക്ഷേ ഇവിടെ വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ അവർ കരുതിയിരിക്കുകയാണ് നിതീഷ് കുമാർ എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ പല ഘട്ടങ്ങളിലും NDAയിൽ നിന്ന് വിട്ടുപോയ രണ്ട് കക്ഷികളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും. അവരുടെ പിടിവാശികൾ അങ്ങനെ തന്നെ അവർ നിലനിർത്തുകയും ചെയ്യും. ഇപ്പോൾ ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡു കരുതുന്നത് ആന്ധ്ര മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ ദില്ലിയിൽ കരുനീക്കങ്ങൾ നടത്തുക, ഒരു കിങ് മേക്കർ കളിക്ക് ചന്ദ്രബാബു നായിഡു തയ്യാറാവുകയും ചെയ്യും. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരുടെ പിടിവാശികൾ, ഇവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ BJP വഴങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ധനകാര്യം, ആഭ്യന്തരം അടക്കമുള്ള വകുപ്പുകളിൽ BJP പിടിവാശി നടത്തിയാൽ പോലും മറ്റു വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് BJP തയ്യാറാകേണ്ടി വരും. തീർച്ചയായും സിജു പറഞ്ഞത് ഏറെ പ്രസക്തമാണ്. കാരണം നമുക്കറിയാം BJP സംബന്ധിച്ചും നരേന്ദ്രമോദിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഈ 2014 2019 രാജ്യത്ത് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും എല്ലാം തന്നെയും കേവല ഭൂരിപക്ഷം ആയിട്ടാണ് ഈ BJP അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു സഖ്യകക്ഷികളുമായി ഇത്തരത്തിൽ വിലപേശേണ്ട ഒരു സാഹചര്യമോ അനുഭവമോ ഇത്തരത്തിൽ നരേന്ദ്രമോദിക്കാണെങ്കിലും അമിത്ഷായ്ക്കാണെങ്കിലും ഇല്ല. മാത്രമല്ല ഏകാധിപത്യ സ്വഭാവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇത് BJP സംബന്ധിച്ചും നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ആദ്യ അനുഭവമാണെന്ന് പറയേണ്ടി വരും. അതേസമയം തന്നെ മറുവശത്ത് ചന്ദ്രബാബു നായിഡുവിനും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും ഈ വിലപേശൽ കാര്യത്തിൽ വളരെ സമർത്ഥരാണ്. പ്രത്യേകിച്ച് അവസരവാദ രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്നവരാണ് രണ്ട് നേതാക്കന്മാരും. അവർക്ക് ഒരേ തലത്തിൽ തന്നെ അവർ UPAയ്ക്കൊപ്പം ഇന്ത്യ സഖ്യത്തിനൊപ്പവും അതോടൊപ്പം തന്നെ BJPക്കൊപ്പം പോകാൻ യാതൊരു മടിയില്ലാത്ത ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJPക്ക് വളരെയധികം ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു കാരണവശാലും തയ്യാറാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് ഒട്ടും വേണ്ട. കാരണം നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനം പോലും ഒരു പദവി പോലും ആഗ്രഹിക്കുന്ന ആളാണ് നിതീഷ് കുമാർ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം ബീഹാറിൽ ഏകദേശം 9 തവണ അധികമായി മുഖ്യമന്ത്രിയായി നിൽക്കുന്നു. ഇനി അദ്ദേഹത്തിന് പ്രായം ആധിക്യമെല്ലാം തന്നെയും വന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒരു സുലഭമായ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സാഹചര്യമാണ് നിതീഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി പദം പോലും ചോദിക്കുന്ന ഒരാളാണ് നിതീഷ് കുമാർ. അതിന് മടിയില്ലാത്ത ഒരാളാണ് നിതീഷ് കുമാർ എന്ന് പറയേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ BJPക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ ഗത്യന്തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ചന്ദ്രബാബു ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് സർക്കാർ രൂപീകരണത്തിലേക്ക് ഒരു ധാരണ അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് വരുന്നു, ആദ്യം വഴങ്ങുക പിന്നീട് പടിയെടുക്കുക എന്ന നിലപാടായിരിക്കും ഒരുപക്ഷെ നിതീഷ് കുമാറിൻ്റെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഏതായാലും ഏറ്റവും പുതിയ മറ്റൊരു വാർത്ത, ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റി ജൂൺ 9 നിന്നും 12 മാറ്റിയത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സിബി, എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? നേരത്തെ ആന്ധ്രയിൽ ഈ ജൂൺ 9 സത്യപ്രതിജ്ഞാ ചടങ്ങ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ജൂൺ 12 ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ മാറ്റിയെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ജൂൺ 8 നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീയതിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ചന്ദ്രബാബു നായിഡുവും ദില്ലിയിൽ തുടരുകയാണ്. ദില്ലി രാജ്യ തലസ്ഥാനം എന്തായാലും തിരക്കിട്ട ചർച്ചകളിലേക്ക് നീങ്ങുന്നു. ഇനി ഈ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഏതൊക്കെ പാർട്ടികൾക്ക് ഏതൊക്കെ വകുപ്പുകൾ എന്നെല്ലാം അതിൻ്റെയും തീരുമാനിക്കേണ്ടത് അതിനിർണായകമായ ചർച്ചകൾക്കാണ് ദില്ലി സാക്ഷ്യം. ഇതിനകത്ത് ഇത്തവണത്തെ NDA നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു സീറ്റുള്ള പാർട്ടികൾക്ക് വരെ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. വളരെ നിർണായകമാണ്. കാരണം 232 സീറ്റിൽ നിന്ന് 272 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്തണമെങ്കിൽ ഇവരുടെ എല്ലാം സഹായം ഉണ്ടായേ പറ്റൂ. അതിൽ നിർണായകമായ റോൾ എടുക്കുന്നത് നിതീഷ് കുമാറാണ്, ചന്ദ്രബാബു നായിഡുവാണ്. ഒപ്പം തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന ചിരാഗ് പസ്വാനും ഒപ്പം തന്നെ ജനസേനയുടെ പവൻ കല്യാണും ഇവരെല്ലാം തന്നെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാം നേതൃത്വം ഇപ്പോൾ കൊടുക്കുന്നത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുമാണ്. വളരെ വല്ലാത്തൊരു പ്രതിസന്ധി വരും കാലങ്ങളിലെങ്കിലും BJP NDA നേരിടുന്നുണ്ട്.
തീർച്ചയായും സിജു, ഇത്തരത്തിലൊരു മന്ത്രിസഭാ രൂപീകരണം ഉണ്ടായാലും ഈ മന്ത്രിസഭ 5 വർഷം കാലാവധി പൂർത്തിയാക്കാൻ കഴിയുമോ എന്നെല്ലാം തന്നെയും വളരെ സംശയം ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം നമുക്കറിയാം, JD-യും ചന്ദ്രബാബു നായിഡു ഒക്കെ ആണെങ്കിലും ഏത് സമയത്തും ഏത് രീതിക്കും രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നവരാണ്. അവർ പിന്തുണ പിൻവലിക്കാനും പിന്തുണ നൽകാനും യാതൊരു മടിയില്ലാത്തവരാണ്. സ്വാഭാവികമായി അത് മാത്രമല്ല, JJP ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുണ്ട്, ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിയുണ്ട്, അതുകൂടാതെ ജനസേന പാർട്ടി പവൻ കല്യാണിന്റെ പാർട്ടിയുണ്ട്. അങ്ങനെ നിരവധി ചെറിയ ചെറിയ സഖ്യകക്ഷികളുടെ എല്ലാ നിലയും പിന്തുണ BJPക്ക് ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം 7 സ്വതന്ത്ര MP-മാർ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സ്വാഭാവികമായും അവർക്കും ചില വിലപേശലുകൾ നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇതെല്ലാം തന്നെ BJPക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അവിടെയാണ് പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യയുടെ തീരുമാനം ഏറെ നിർണായകമാകുന്നത്. ഈ തിടുക്കത്തിലൊരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണവും പ്രധാനപ്പെട്ട ഈ ഇത്തരത്തിൽ നിരവധി സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഒരു മുഖ്യ പ്രതിപക്ഷമായിരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഇനി വേണ്ടി വന്നാൽ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ജനഹിതം അനുസരിച്ച് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന സഖ്യ പാർട്ടികളുമായി വേണമെങ്കിൽ ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറും എന്നും ഇന്നലെ ഇന്ത്യ സഖ്യ നേതാക്കൾ പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായും അത് തന്നെയാണ് ശക്തമായ പ്രതിപക്ഷമായിരിക്കാൻ പറയുമ്പോഴും ഒരു ചെറിയൊരു ഇത്തരത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിലുള്ള സാധ്യതയും അവിടെ തുറന്നിടുകയും ചെയ്യുന്നുണ്ട് ഭാവിയിൽ. ആ രീതിക്കെല്ലാം തന്നെയും ഒരു തീരുമാനം പ്രതിപക്ഷവും എടുക്കുന്നു. എന്തായാലും ദില്ലി തിരക്കിട്ട ചർച്ചകളിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷ സഖ്യത്താണെങ്കിൽ ഇനിയിപ്പോൾ ആരാണ് ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നതിനെതിരെ തീരുമാനമെടുക്കാൻ വേണ്ടി വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരും. രാഹുൽ ഗാന്ധിയുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ എല്ലാം തന്നെയും പേരുകൾ പുറത്ത് വരുന്നുണ്ട്. എന്തായാലും അതെല്ലാം തന്നെയും തിരക്കിട്ട ചർച്ചകൾ ഇന്ത്യ സഖ്യ യോഗത്തിലും കോൺഗ്രസിലും ഉണ്ടാകുന്നു. അതേസമയം തന്നെ NDയുടെ ഭാഗത്തും ഇത്തരത്തിൽ ഒരു മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചെല്ലാം തന്നെയും ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ തിരക്കിട്ട ഒരു ചർച്ചകൾ തന്നെയാണ് രാജ്യ തലസ്ഥാനം സിജു. ശരി, CBC ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാന വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ മന്ത്രിസ്ഥാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് JD-യും വ്യക്തമാക്കിയിട്ടുണ്ട്.